ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ മിസ്റ്റർ അദാനി അമേരിക്കയിൽ കുരുക്കിലാവുമോ എന്നുള്ളതാണ് ചോദ്യം. കുരുക്കിലാവുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ പ്രസക്തി ഏറുന്നത് ട്രംപുമായിട്ടുള്ള ഇന്ത്യയുടെ റിലേഷൻ ഇപ്പോൾ വളരെ മോശമായിരിക്കുന്നൊരു അന്തരീക്ഷത്തിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കുക എന്ന് മാത്രമേ നിവൃത്തിയുള്ളൂ. താരിഫ് യുദ്ധം ട്രംപിൻ്റെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള, അതുപോലെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻ, അത് അമേരിക്കയെ ഇപ്പോഴല്ല പണ്ട് മുതലേ ഇറിറ്റേറ്റ് ചെയ്യുന്ന അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒളിഞ്ഞും തുളഞ്ഞും എല്ലാം പണ്ട് മുതലേ അമേരിക്ക ഒത്തിരി ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധങ്ങളിൽ കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കുവാൻ. പക്ഷേ അത് ഇതുവരെ സാധിച്ചിട്ടില്ല. ഓരോ ദിവസം കഴിയുന്നതോറും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് രണ്ട് രാജ്യങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു, എന്താണ് പറയുന്നത്, ജിയോ പൊളിറ്റിക്കൽ അപ്രോച്ചാണ് രണ്ട് രാജ്യങ്ങളുടെ ഭാഗത്തും. ഇപ്പോൾ റഷ്യയും ചൈനയും തമ്മിൽ ബന്ധം വളരെ സൗഹൃദപരവും സ്ട്രോങ് ഒക്കെ ആണെങ്കിൽ തന്നെയും റഷ്യയ്ക്ക് അറിയാം ചൈനയെ ഒരിതിലും വിശ്വസിക്കാൻ സാധിക്കത്തില്ല, ഏത് സമയത്താണ് ചൈനയുടെ സ്വഭാവം മാറുന്നത് എന്നുള്ളത്. അതുപോലെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങളും വ്യാപാരമൊക്കെ ഒരു പരിധിയിലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും മറ്റു രീതിയിലുള്ള അകമഴിഞ്ഞുള്ള ബന്ധങ്ങളൊന്നും ഇന്ത്യയും ചൈനയും തമ്മിലില്ല. ഇരു രാജ്യങ്ങളും പരസ്പരം വളരെ ആഴത്തിൽ മിസ്ട്രസ്റ്റ് ചെയ്യുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഇന്ത്യക്ക് ചൈനയ്ക്കും, ചൈനയ്ക്ക് ഇന്ത്യയും ഒരു തരത്തിലുള്ള വിശ്വാസവും ഇല്ല. അതുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വ്യാപാരത്തിനപ്പുറത്ത് ചില ഇക്കണോമിക്കായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾക്ക് അപ്പുറത്ത് മറ്റു രീതിയിലുള്ള ബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അമേരിക്കയുടെ ടാരിഫിൻ്റെ സമ്മർദ്ദവും ഭീഷണിയൊക്കെ ഈ മൂന്ന് രാജ്യങ്ങളുടെ മേൽ ഉള്ളതുകൊണ്ട് മൂന്ന് രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് തൽക്കാലം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ജിയോ പൊളിറ്റിക്സിൽ നമുക്ക് കാണാൻ സാധിക്കും എപ്പോഴും കേട്ടോ. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ളൊരു കോൺസെപ്റ്റും, അതുപോലെ തന്നെ ഒരു രാജ്യത്തിനും സ്ഥിരമായിട്ടുള്ള ശത്രുവോ മിത്രമോ ഒന്നുമില്ല. അവർക്ക് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം ഇന്ത്യ റഷ്യയും തമ്മിലുള്ള ബന്ധങ്ങളും അതുപോലൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഇതുവരെ വഷളായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇരു രാജ്യങ്ങൾക്ക് അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ബന്ധം കൊണ്ട് അല്ലെങ്കിൽ സൗഹൃദം കൊണ്ട് അവർ ലക്ഷ്യം വെക്കുന്നതും അർത്ഥമാക്കുന്നതെല്ലാം തന്നെ. എന്നാൽ തന്നെയും ഒക്കെ ഈ രാജ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റിൻ്റെ വലിയ വിഷയമൊന്നുമില്ല. ട്രസ്റ്റ് ഡെഫിസിറ്റ് ഒന്നുമില്ല ഇന്ത്യക്ക് റഷ്യയുടെ മേലും അല്ലെങ്കിൽ റഷ്യക്ക് തിരിച്ച് ഇന്ത്യയുടെ മേലും അങ്ങനെ ട്രസ്റ്റിൻ്റെ ഡെഫിസിറ്റ്, വിശ്വാസത്തിൻ്റെ അഭാവങ്ങളോ കുറവുകളോ ഒന്നുമില്ല. പക്ഷേ ചൈനയുമായിട്ടുള്ള ബന്ധം, അത് ഈവൻ പാകിസ്ഥാന് പോലും അത് കൃത്യമായിട്ട് ചൈനയെ വിശ്വസിക്കാനോ അതുപോലെ തിരിച്ച് ചൈനയ്ക്ക് പാകിസ്ഥാനെ വിശ്വസിക്കാനോ സാധിക്കത്തില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിന് കൂടുതൽ, എന്താണ് പറയുന്നത്, അതിനെ നിരുത്സാഹപ്പെടുത്താൻ അല്ലെങ്കിൽ അതിന് വിള്ളലുകൾ സൃഷ്ടിക്കാനൊക്കെ അമേരിക്ക പണ്ട് മുതലേ ശ്രമിക്കുന്നുണ്ട്. അത് ഇപ്പോൾ കൂടുതൽ അത് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് തുറന്ന് ട്രംപ് അത് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, താരിഫ്, അതുപോലെ തന്നെ ഇന്ത്യ റഷ്യ ബന്ധത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യ റഷ്യയിൽ നിന്നും കൂടുതൽ, യുക്രൈൻ വാറിന് ശേഷം ഇന്ത്യ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്നത്, അതുപോലെ തന്നെ പാകിസ്ഥാനായിട്ട് നമ്മൾ ഈ അടുത്ത സമയത്തിടുന്ന ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്ന യുദ്ധം കുറച്ച് ദിവസത്തെ മാത്രം പരിപാടി ആയിരുന്നെങ്കിൽ തന്നെയും, 4-5 ദിവസത്തെ പരിപാടി ആയിരുന്നെങ്കിൽ തന്നെയും പാകിസ്ഥാനായിട്ടുള്ള സംഘർഷം, അപ്പോൾ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ വഷളാകുവാനും അല്ലെങ്കിൽ ബന്ധത്തിലെ ചില, എന്താണ് പറയുന്നത്, പഴയ ഉണ്ടായിരുന്ന ഊഷ്മളത അല്ലെങ്കിൽ ആ ഒരു വോം ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻ അതിൽ ചില, അത് ട്രംപിൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള ചില നിലപാടുകൾ കൊണ്ടുമാണ്. അല്ലാതെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ചില നീക്കുപോക്കുകൾ കൊണ്ടല്ല. കാരണം ഇന്ത്യ റഷ്യയും തമ്മിലുള്ള ബന്ധങ്ങൾ പണ്ട് മുതലേ ഇതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് മുമ്പും അതിനുശേഷവും. ഇപ്പം ഇനി യുക്രൈൻ യുദ്ധം നടന്നില്ലായിരുന്നെങ്കിൽ തന്നെയും ഈ ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് ചീപ്പായിട്ട് ഓയിൽ ലഭിക്കുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ആ ഡെസ്റ്റിനേഷൻസ് മാത്രമേ നോക്കി ഇതുവരെ നമ്മളുടെ എനർജി പൊളിറ്റിക്സിനെ നമ്മൾ, എന്താണ് പറയുന്നത്, ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ. അല്ല ഒരു രാജ്യത്തോട് പ്രത്യേകിച്ച് മമത ഉള്ളത് കൊണ്ടൊന്നുമില്ല. നമുക്ക് ചീപ്പായിട്ട് ഡിസ്കൗണ്ട് റേറ്റിൽ എണ്ണ എവിടെ നിന്ന് ലഭിക്കുന്നു അവിടെ നമ്മൾ വാങ്ങിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ പോളിസി. അതിപ്പോൾ നാളെ സൗദി അറേബ്യ നമുക്ക് ചീപ്പായിട്ട് ഓയിൽ തരാൻ തയ്യാറാണെങ്കിൽ കൂടുതൽ നമ്മൾ സൗദി അറേബ്യയിൽ നിന്ന് മേടിക്കും. ഇറാഖാണ് അതിന് തയ്യാറാകുന്നതെങ്കിൽ ഇറാഖിൽ നിന്ന് മേടിക്കും. ഇവൻ
അമേരിക്കയിൽ നിന്ന് നമുക്ക് ചീപ്പ് ഓയിൽ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, ചീപ്പ് ഓയിൽ എന്ന് പറഞ്ഞാൽ വില കുറച്ച് വളരെ ഡിസ്കൗണ്ട് ആയിട്ടുള്ള ക്രൂഡ് നമുക്ക് അമേരിക്കയിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കും. ഈവൻ പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ വാങ്ങിക്കാൻ തയ്യാറാണ്. കാരണം നമുക്ക് ഓയിൽ അത്യാവശ്യമാണ്. നമ്മളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഓയിലാണ്, എനർജിയാണ്. അത് നമുക്ക് ചീപ്പായിട്ട് ഏറ്റവും വില കുറച്ച അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ആയിട്ട് ഗ്ലോബൽ മാർക്കറ്റിൽ എവിടെ ലഭിക്കുന്നു നമ്മൾ അവിടെ നിന്ന് അതിനെ ഡിമാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ചിരകാലമായിട്ടുള്ള എനർജി പോളിസിയും പൊളിറ്റിക്സും എന്ന് പറഞ്ഞാൽ. അവിടെ ഒരു രാജ്യത്തോടെ പ്രത്യേകിച്ച് മമതയോ അല്ലെങ്കിൽ ബന്ധമോ ഒന്നും നോക്കിയിട്ടല്ല ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്കയുടെ ഈ അവകാശ എന്താണ് വാദഗതികൾക്കൊന്നും പ്രത്യേകിച്ച് വലിയ റിലവൻസ് ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഉള്ള ചില വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനു മുമ്പേ അദാനിയുമായിട്ടുള്ള വിഷയം ഈ പറഞ്ഞ ബ്രൈബറിയുടെ അല്ലെങ്കിൽ കറപ്ഷൻ്റെ കേസ് തുടങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് അദാനിക്കൊരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ അവിടുന്ന് ഒരു എന്താണ് പറയുന്നത് ഇളവ് കിട്ടാനുള്ള സാധ്യത അത് ഒരു മങ്ങലേൽ മങ്ങലേറ്റിരിക്കുന്നൊരു സമയമാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ പൊതുവെയുള്ള ഇന്റർനാഷണൽ മീഡിയ ഉൾപ്പെടെയുള്ള പറയുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബയലാറ്ററൽ റിലേഷൻസ്, ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് തൽക്കാലം ഒരു ഡിസ്റപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പഴയ ഒരു രീതിയിലേക്ക് ആകുന്ന സമയം വരെയെങ്കിലും അദാനിക്ക് തീർച്ചയായിട്ടും ചില ആശങ്കകളും അല്ലെങ്കിൽ ഭയപ്പെടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നാണ് പറയാൻ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഈ കൈക്കൂലി കേസ് അല്ലെങ്കിൽ കറപ്ഷൻ കേസൊന്നും അവസാനിപ്പിക്കാൻ ട്രംപ് തയ്യാറാകത്തില്ല. കാരണം ട്രംപ് വിചാരിക്കുന്ന രീതിയിൽ ഇന്ത്യ വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ, പ്രത്യേകിച്ച് വ്യാപാര കരാറുകളുടെയും മറ്റ് താരിഫിൻ്റെയൊക്കെ കാര്യങ്ങളിൽ ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല എന്ന് ട്രംപിന് ഇനിയും തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അദാനിയുടെ കേസിനകത്തിൽ അവർ വിട്ടുവീഴ്ചകൾ ചെയ്യുവാൻ തയ്യാറല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ നവംബറിലാണ് അദാനിക്കെതിരെയും അദാനിയുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ടോപ്പ് എക്സിക്യൂട്ടീവിനെതിരെയൊക്കെ തന്നെ 5 കുറ്റപത്രങ്ങൾ US കോടതിയിൽ സമർപ്പിക്കപ്പെട്ടത്. അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ സോളാർ വൈദ്യുത കരാറുകൾ ലഭിക്കുന്നതിനായിട്ട് ഏകദേശം $250 മില്യൺ കൈക്കൂലി ഇവിടുത്തെ ഒഫീഷ്യൽസിന് കൊടുത്തതാണ്. അത് പണം അവിടെ നിന്നാണ് പ്രൊക്യൂർ ചെയ്തത്. അതുകൊണ്ടാണ് അമേരിക്കയുമായിട്ടുള്ള ഒരു ഇക്കാര്യത്തിൽ അമേരിക്ക എന്തുകൊണ്ട് ഇതിനകത്തിൽ ഇടപെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന്, ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ നിന്നും പ്രൊക്യൂർ ചെയ്ത ഫൈനാൻസാണ് ഇവിടെ കറപ്ഷന് വേണ്ടി ആ പണം ഉപയോഗിച്ചു എന്നുള്ളതാണ് ആരോപണം. അപ്പം അതുകൊണ്ട് അദാനി ഗ്രൂപ്പും ഒക്കെ തന്നെ കുറ്റങ്ങൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ആരും തന്നെ കോടതിയിൽ നിന്നും പ്രതികളാരും തന്നെ ഹാജരായിട്ടില്ല. പക്ഷേ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അമേരിക്ക ഇപ്പോഴും നമുക്കറിയാൻ പറ്റുന്ന അവരുടെ നിലപാടുകൾ കടുപ്പിച്ചു തന്നെയാണ്, അല്ലെങ്കിൽ അതിനകത്തൊന്നും അയവ് വരുത്തിയിട്ടില്ല. കോംപ്രമൈസ് ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ കോംപ്രമൈസിൻ്റെ ഒരു ചായ്വോ അല്ലെങ്കിൽ ലക്ഷണങ്ങളോ ഒന്നും ഇതുവരെ കണ്ടു തുടങ്ങിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ വഷളായതിൻ്റെയും കൂടെ വെളിച്ചത്തിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അദാനിയുടെ കമ്പനിക്ക് അവരുടെ ബിസിനസ് എക്സ്പാൻഷൻ പ്ലാനുകൾക്കൊക്കെ തന്നെ ഇപ്പോൾ കോട്ടം തട്ടിയിരിക്കുകയാണ്. ഈ പറഞ്ഞ ബന്ധങ്ങൾ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം താൽക്കാലികമായിട്ടെങ്കിലും ആണെങ്കിൽ തന്നെയും മോശമായതുകൊണ്ട് അവരുടെ ഗ്ലോബൽ ബിസിനസ് എക്സ്പാൻഷന്, കാരണം അമേരിക്കയാണല്ലോ ഏറ്റവും എല്ലാ രാജ്യങ്ങളെയും സംബന്ധിച്ച്, ഒട്ടുമിക്ക എല്ലാ ബിഗ് കോർപ്പറേഷൻസിനെ സംബന്ധിച്ച് അവർക്ക് ക്യാപിറ്റൽ കളക്ട് ചെയ്യാനും ക്യാപിറ്റൽ റേസ് ചെയ്യാനും ഫണ്ട് റേസ് ചെയ്യാനൊക്കെ അമേരിക്കൻ വിപണിയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവരുടെയും ആഗോള എക്സ്പാൻഷൻ അല്ലെങ്കിൽ ബിസിനസ് വിപുലീകരണ പദ്ധതികളൊക്കെ തന്നെ ഇപ്പോൾ തൽക്കാലം ഒരു ക്രൈസിസിലാണ്, പ്രതിസന്ധിയിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദാനി ടോട്ടൽ ഗ്യാസ് ലിമിറ്റഡിൻ്റെ പങ്കാളിയായ ഫ്രാൻസിൻ്റെ ടോട്ടൽ എനർജീസ് SC അദാനിക്കെതിരെ ആരോപണങ്ങളിൽ വ്യക്തത വരുത്തുന്നതുവരെ ഈ പറഞ്ഞ കമ്പനിയായിട്ട് അദാനിയുമായിട്ട് പുതിയതായിട്ടുള്ള ബിസിനസ്സുകളൊന്നും ഏർപ്പെടുത്തില്ല എന്ന് അവർ അറിയിച്ചു കഴിഞ്ഞു. ഈ കറപ്ഷൻ കേസ് ഏത് രീതിയിലാകുമെന്ന് അവർക്ക് അറിയത്തില്ല. അപ്പോൾ കറപ്ഷൻ കേസ് തെറ്റാണെന്ന് തെളിഞ്ഞ് അദാനിയുടെ കൈകൾ ശുദ്ധമാണെന്ന് തെളിയിക്കുന്നത് വരെ ഫ്രാൻസിൻ്റെ ടോട്ടൽ, അത് വലിയൊരു കമ്പനിയാണ്, വലിയൊരു ഗ്ലോബൽ കോർപ്പറേഷനാണ് ഫ്രാൻസിൻ്റെ ടോട്ടൽ എനർജി SC എന്ന് പറയുന്നത്. അപ്പോൾ അവരിനി അദാനിയുമായിട്ട് പുതിയതായിട്ടുള്ള ബിസിനസ്സുകളിലൊന്നും പങ്കാളികളാകത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കെനിയയിലെ $2.6 ബില്യൺ വിമാനത്താവളം പണിയാനുള്ള പദ്ധതികൾ, വൈദ്യുതി ഡിസ്ട്രിബ്യൂഷൻ, ഇലക്ട്രിസിറ്റി പവർ ഡിസ്ട്രിബ്യൂഷൻ കരാറുകളൊക്കെ തന്നെ അദാനി കമ്പനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ
ട്രംപ് പ്രസിഡന്റ് ശേഷം $10 ബില്യൺ യു എസിൽ നിക്ഷേപിക്കാനുള്ള പദ്ധതിയും ഏകദേശം ഫ്രീസ് ചെയ്തിരിക്കുകയാണ്, അത് നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ അദാനി ഗ്രൂപ്പിൻ്റെ ഗ്ലോബൽ എക്സ്പാൻഷൻ പദ്ധതികളെല്ലാം തന്നെ ആകെ വെള്ളത്തിലായിരിക്കുകയാണ്. ഈ കേസ് തീരാതെ തീർച്ചയായിട്ടും അതിനൊന്നും ഒരു പുനർജീവൻ ലഭിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ലഭിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പം അതുകൊണ്ടാണ് അദാനി ഇപ്പോൾ ചൈനീസ് കമ്പനികളുമായിട്ടും അല്ലെങ്കിൽ ചൈനയായിട്ടൊക്കെ കൂടുതൽ അടുക്കുന്നതായിട്ടുള്ള വാർത്തകൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. റഷ്യയുമായിട്ടും ചൈനയായിട്ടൊക്കെ ഇന്ത്യ മോദിയൊക്കെ കൂടുതൽ ബന്ധം ഇച്ചിരി സ്ട്രെങ്തൻ ചെയ്യുന്ന ഈ ഒരു അവസരത്തിൽ, അപ്പം അതുകൊണ്ട് അത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രഷർ ടാക്ടിക്കൂടാണ്. അങ്ങനൊന്നും റഷ്യയായിട്ടുള്ള ബന്ധങ്ങൾ നിൽക്കട്ടെ, പക്ഷേ ഇന്ത്യ ചൈന ബന്ധങ്ങൾ കൂടുതൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടാണ് ഷാങ്ഹായ് കോപ്പറേഷൻ മീറ്റിങ്ങിൻ്റെ ഒക്കെ സമയത്തും ബ്രിക്സിൻ്റെ മീറ്റിംഗും ഒക്കെ തന്നെ ഇന്ത്യ പ്രധാനമന്ത്രി ചൈനയിൽ പോവുകയും ചൈനയുടെ പ്രസിഡന്റിനെ 7 വർഷത്തിന് ശേഷം ചൈനയുടെ പ്രസിഡന്റിനെ കാണുകയൊക്കെ തന്നെ ചെയ്തത് അമേരിക്കയ്ക്ക് ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ ട്രംപ് ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജ്യങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമ്മർദ്ദങ്ങളും ഭീഷണികളും ഈ 3 രാജ്യങ്ങളുടെ കൂട്ടായ്മ വളരെ ശക്തമായിട്ട് വരുന്നത് അമേരിക്കയ്ക്ക് വിപരീത ഫലം ചെയ്യും എന്നുള്ളൊരു മെസ്സേജ് ട്രംപിന് ലഭിക്കുന്നത് വഴി ട്രംപിൻ്റെ മൈൻഡ് സെറ്റിന് അല്ലെങ്കിൽ മനസ്സിന് അല്ലെങ്കിൽ ട്രംപ് എടുത്തുകൊണ്ടിരിക്കുന്ന തീരുമാനങ്ങൾക്ക് നയങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അപ്പം യു എസിനെതിരെ ഈ പറഞ്ഞ 3 രാജ്യങ്ങൾ, പ്രധാനപ്പെട്ട പവർഫുള്ളായിട്ടുള്ള 3 രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ഒരു എതിർ ഗ്രൂപ്പ് ഉണ്ടാകുക എന്നുള്ളത് അമേരിക്കയും ട്രംപും ആഗ്രഹിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ട്രംപ് വീണ്ടും ട്രംപിൻ്റെ സ്ഥിരം പരിപാടിയായിട്ടുള്ള ഓരോ ദിവസവും ഓരോ കമൻറ്റും പ്രസ്താവനയൊക്കെ ഇറക്കുന്ന പോലെ തന്നെ വീണ്ടും മോഡിയെ പ്രശംസിക്കുകയും ലോകത്തിലെ ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയാണെന്നും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ ഈ ഒരു നിലപാട് മാറ്റപ്പെടാം. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ചൈനയുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു വഴി അല്ലെങ്കിൽ തേടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിലേക്ക് വഴിതിരിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചൈനയിലെ കമ്പനികളുമായിട്ടും അദാനി ഗ്രൂപ്പ്, റിലയൻസും അദാനി ഗ്രൂപ്പൊക്കെ തന്നെ ചൈനയായിട്ട് നല്ല ബിസിനസ് ബന്ധങ്ങളുള്ള ഇന്ത്യൻ കോർപ്പറേഷൻസ് ഒക്കെ തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം അദാനി ചൈനയിലേക്ക് ഈ വർഷം ആദ്യം രഹസ്യ സന്ദർശനം നടത്തിയെന്നൊക്കെ നമുക്ക് റിപ്പോർട്ടുകളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയില്ല. സീക്രട്ടീവായിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു. ചൈനയിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായിട്ടുള്ള BYD കമ്പനിയുമായിട്ട് ലിത്തിയം അയൺ ബാറ്ററി അതിൻ്റെ ടെക്നോളജിക്കുള്ള കരാർ അദാനിയുടെ കമ്പനിക്ക് നേടുന്നതിന് വേണ്ടി ചൈനയിൽ പോയിരുന്നു. ചൈനയുമായിട്ട് ചർച്ചകളും സംഭാഷണങ്ങളും അല്ലെങ്കിൽ ബിസിനസ് മീറ്റിങ്ങുകളൊക്കെ നടത്തിയിരുന്നു എന്നാണ് ബ്ലൂംബെർഗ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ മീഡിയ ഹൗസാണ് അവരാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ശരിയാകാമായിരിക്കാം. അതിനകത്തിൽ കാരണം അമേരിക്ക എന്ന് പറയുന്ന വാതായനം അല്ലെങ്കിൽ വാതിൽ അടഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കി ഇനിയിപ്പോൾ ചൈനയുമായിട്ട് കൂടുതൽ ബിസിനസ് ബന്ധങ്ങൾ വ്യാപിപ്പിക്കുവാനും ഉള്ളതിനെ കൂടുതൽ വ്യാപിപ്പിക്കുവാനും ശക്തമാക്കുവാനുമായിരിക്കും അദാനിയെ പോലുള്ള ബിസിനസ് കോർപ്പറേറ്റ് ഹൗസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ആയാലും അമേരിക്കയിൽ ഇപ്പോൾ നിലവിലുള്ള ഈ കേസിന് യാതൊരു എന്താ പറയുക, നമുക്ക് അദാനിക്കും അദാനി ഗ്രൂപ്പിനും ഒരു റിലീഫ് അല്ലെങ്കിൽ ഒരു ആശ്വാസകരമായിട്ടുള്ള എന്താണ് പറയുന്നത് നീക്കങ്ങളോ അല്ലെങ്കിൽ തീരുമാനങ്ങളോ ഒന്നും ട്രംപിൻ്റെ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളായ ഈ സാഹചര്യത്തിൽ അദാനിക്ക് അങ്ങനെയുള്ള കോംപ്രമൈസുകളോ അല്ലെങ്കിൽ വിട്ടുവീഴ്ചകളോ ഒന്നും ട്രംപിൻ്റെ അല്ലെങ്കിൽ ട്രംപ് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാമെന്ന് നമ്മൾ കരുതേ വേണ്ട. അപ്പോൾ ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ഈ പറഞ്ഞ ബന്ധത്തിലുള്ള ഇപ്പോഴത്തെ ഈ ഒരു മോശം അവസ്ഥ താൽക്കാലികമാണ്. കാരണം ഇരു രാജ്യങ്ങൾക്കും തീർച്ചയായിട്ടും ഇങ്ങനൊരു മോശം അവസ്ഥയിൽ കൂടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, പണ്ടത്തെ ജിയോ പൊളിറ്റിക്സ് അല്ല ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്സിൽ തീർച്ചയായിട്ടും ഇരു രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് അമേരിക്കയുടെ ലക്ഷ്യം ചൈനയെ ഒതുക്കുക എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇന്ത്യയുടെ ഫ്രണ്ട്ഷിപ്പും അല്ലെങ്കിൽ ഇന്ത്യയായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ ആവശ്യമാണ് ഇൻഡോ പസഫിക് റീജിയനിലും ഒക്കെ തന്നെ. അതുകൊണ്ട് ഇന്ത്യയായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ വഷളാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് മുമ്പോട്ട് പോകുവാൻ
കഴിയില്ല. അതുകൊണ്ട് ഈ വഷളായിരിക്കുന്ന മോശമായിട്ടുള്ള ബന്ധം ഒരു ഷോർട്ട് ടൈം ഫിനോമിനയായിട്ട് അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ളൊരു പ്രതിഭാസമായിട്ട് മാത്രമേ നമുക്കിതിനെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതുവരെ എന്തുവായാലും അദാനിക്ക് അവിടെ നിന്ന് റിലീഫ് കിട്ടുമോ എന്നുള്ള പ്രതീക്ഷ നമുക്ക് വേണ്ട. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു അവസ്ഥ നിലനിൽക്കുകയും തുടരുകയും ചെയ്യുകയാണെങ്കിൽ അദാനിക്ക് കൂടുതൽ വിഷമകരമായിട്ടുള്ള അവസ്ഥകൾ നേരിടേണ്ടി വരും. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. കാരണം അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് ഉണ്ടാകുന്ന ഒരു നിയമപരമായിട്ടുള്ള പ്രശ്നത്തെ നമുക്ക് നിസ്സാരവൽക്കരിക്കാനോ ലളിതവൽക്കരിക്കാനോ സാധിക്കത്തില്ല. വലിയ ഗുരുതരമായിട്ടുള്ള വിഷയമാണ് അത്. ചിലപ്പോൾ അദാനിയുടെ വ്യക്തിപരമായിട്ടുള്ള ബിസിനസ് ഭാവിയെയും അദാനി ഗ്രൂപ്പിൻ്റെ വലിയൊരു പ്രോസ്പെക്റ്റിനെയൊക്കെ തന്നെ ഒരുപക്ഷെ പാടെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ളൊരു അവസ്ഥയായിട്ട് മാറാം. നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥ അനുസരിച്ച് നമുക്ക് തൽക്കാലം അദാനി ഗ്രൂപ്പിന് ഒരു റിലീഫ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല. അവർ കേസ് വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് അതിനെ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഈ ടോപ്പിക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അദാനി കുരുക്കിൽ വ്യാപാര സംഘർഷം മൂലം തലയ്ക്ക് മുകളിൽ വാളായിട്ട് US കോഴ കേസ്. അനുനയം അകലെ. അത് ഇന്ത്യ മോഡിയും ട്രംപും തമ്മിലുള്ള റിലേഷൻസ് ബന്ധം വഷളായതിൻ്റെ ഒരു വെളിച്ചത്തിൽ നമുക്ക് അങ്ങനെ മാത്രമേ അതിനെ കാണുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ചൈനയുമായിട്ടുള്ള ബന്ധം കൂടുതൽ എന്താണ് പറയുന്നത്, അതിനെ വ്യാപിപ്പിക്കുന്നതും കൂടുതൽ ശക്തമാക്കാനും അദാനി അല്ലെങ്കിൽ അതുപോലുള്ള കമ്പനിയുടെ ഓണേഴ്സ് കോർപ്പറേറ്റ് ഹൗസസ് ഒക്കെ ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. പിന്നെ അമേരിക്കയിലോട്ടുള്ള വ്യാപാരങ്ങളും തടസ്സപ്പെട്ടിട്ടുണ്ട് ടാരിഫിൻ്റെയൊക്കെ വെളിച്ചത്തിൽ. അതുകൊണ്ട് ഇന്ത്യൻ കമ്പനികൾക്കൊക്കെ തന്നെ എക്സ്പോർട്ട് മാർക്കറ്റ് അമേരിക്കയിലൊക്കെ നഷ്ടമായിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഓൾട്ടർനേറ്റീവ് മാർക്കറ്റ് എന്ന രീതിയിൽ ചൈനയുമായിട്ടുള്ള വ്യാപാരങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കാനും അല്ലെങ്കിൽ ശക്തമാക്കാനും ഒക്കെ തന്നെ ഇതുപോലുള്ള ബിസിനസ് കോർപ്പറേറ്റ് ഹൗസസ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ റിപ്പോർട്ടിനെ അനുസരിച്ച് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു വിഷയം അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.